കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസം 11-ാം തീയതി നടക്കാൻ പോവുകയാണല്ലോ. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക്, ജില്ലാ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിലേക്കും നോമിനേഷൻ കൊടുത്തു വരികയാണ്. ചെറുപുഴ പഞ്ചായത്തിലെ നോമിനേഷൻ 20 വാർഡുകളിലേക്കും ഇന്ന് നോമിനേഷൻ കൊടുക്കുകയാണ്. നോമിനേഷൻ കൊടുത്തു. ഇപ്പോൾ ഏതാണ്ട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ 20 സ്ഥാനാർത്ഥികളെയും ഇപ്പോൾ നോമിനേഷൻ കൊടുത്തു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥമായ വിശ്വാസവും എന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ണെങ്കിൽ പ്രയാസങ്ങൾ കൂടാതെയും മമതയുടെ ഉദ്ദേശമോ കുറ്റം കൂടാതെയും എൻ്റെ ഔദ്യോഗിക യഥാർത്ഥ വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുമെന്നും നിർദ്ദേശിക്കുമെന്നും ഇടപെടുത്തി യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയസംഖ്യ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും അസ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്പെടുത്തുകയാണ്. യഥാർത്ഥമായ വിശ്വാസവും എന്തായാലും UDF സംഭവിച്ചതുപോലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസവും ഈ മുന്നണിയിൽ സീറ്റ് വിഭജനത്തിലായാലും ഇപ്പോൾ ഞങ്ങൾ മുന്നണി സംബന്ധിച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോഴായാലും ഒരു തർക്കവും ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനവിശ്വാസം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ അർപ്പിതമായിട്ടുണ്ട്. അതുകൊണ്ട് 20 സ്ഥാനാർത്ഥികളും വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് കമ്മിറ്റി ഉള്ളത്. ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ടേക്ക് പോവില്ല. അതിശക്തമായ നിലയിലുള്ള പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അതോടൊപ്പം പുതിയതായിട്ടുള്ള ഒട്ടനവധി പദ്ധതികളെ സംബന്ധിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നുണ്ട്. ആ മാനിഫെസ്റ്റോ തയ്യാറാക്കി അടുത്ത ദിവസം തന്നെ അത് പ്രസിദ്ധീകരണത്തിന് നൽകും. അപ്പോൾ നിങ്ങൾക്ക് അത് സംബന്ധിച്ചും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതായാലും ഈ പഞ്ചായത്ത്, ചെറുപുഴ പഞ്ചായത്ത്, ഏറ്റവും വലിയ വികസനം നടന്ന ഒരു പഞ്ചായത്തായി 2030 ആവുമ്പോഴേക്കും നിങ്ങൾ തന്നെ പറയുന്ന നിലയിലേക്ക് കേരളത്തിലെ ചാനലും പത്രങ്ങളും എല്ലാം എഴുതുകയും ചെയ്യുന്ന നിലയിലേക്ക് മാറും. ആ നിലയിലുള്ള വികസന പ്രവർത്തനം ഈ ചെറുപുഴ പഞ്ചായത്തിനകത്ത് നടക്കാൻ വേണ്ടി പോവുകയാണ്. എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ്, ദിവ്യയ്ക്ക് അഭിയെയും. അപ്പൊ എങ്ങനെയാ, അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ? വിഷമായോ? എന്ത് വിഷമം? അവളുടെ സ്വപ്നം നടക്കട്ടെ. അച്ഛാ, കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ. അഫ്സലേ, നമ്മുടെ തെക്കേപ്പറമ്പ് നോക്കാൻ വന്ന നാസറിന്റെ മോനില്ലേ, അവനോട് നാളെ തന്നെ വരാൻ പറ. രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ? മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ. അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ. IAS. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.